ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സവാള, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 പച്ചമുളക്, നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം ഇതിലിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയ്ക്ക്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലവണ്ണം കഷ്ണങ്ങൾ ഈ മസാലയിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കഷ്ണങ്ങളൊക്കെ ഒന്ന് നമുക്ക് കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ. ദോശമാവിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നല്ലവണ്ണം നിറച്ച് വന്നിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. നല്ലവണ്ണം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയില്ലാതെ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. മസാല ദോശയാവുമ്പോൾ ടേസ്റ്റ് കൂടെ കട്ടിയില്ലാതെ പരത്തിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചെടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലവണ്ണം നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് മസാല വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നെയ്യിന് പകരം നമുക്ക് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ദോശ ഇപ്പോൾ നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു മസാല ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും, ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അപ്പോൾ